നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. സമരപരമ്പര ഒഴിയാതെ മങ്കൊമ്പ് പാടി ഓഫീസ്. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകരുടെ കൂട്ട ഉപവാസം. ചമ്പക്കുളം മൂലം ജലോത്സവത്തിന് സാധ്യതയേറുന്നു. ചർച്ചകൾ പുരോഗമിക്കുന്നതായി റിപ്പോർട്ടുകൾ. പവലിയൻ എവിടെ നിർമ്മിക്കണമെന്ന തീരുമാനമെടുത്തത് സംഘാടക സമിതിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വാർത്തകൾ വിശദമായി. കഷ്ടപ്പെട്ട് നെല്ലുൽപാദിപ്പിച്ചു കൊടുക്കുന്ന കർഷകരോട് അങ്ങേയറ്റം ജനദ്രോഹ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസ് പടിക്കൽ നടന്ന കർഷകരുടെ കൂട്ട ഉപവാസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശത്തേക്കും കയറ്റി അയച്ചു. ഇന്ത്യക്കകത്ത്, കേരളത്തിനകത്ത്, ആഭ്യന്തര മാർക്കറ്റിനകത്ത് വലിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു. ഒരു പാക്കറ്റ് 5 കിലോഗ്രാമിന്റെ പുഞ്ചയരി പാക്കറ്റ് 260, 270, 280 രൂപക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ 1 കിലോഗ്രാമിന് 55-60 രൂപക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ആ അരി വിറ്റ് കാശുണ്ടാക്കി നെല്ലുടമകൾ. അതിനുള്ള സൗകര്യം ഈ കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അക്രമം, ഈ തമ്മാടിത്തരം അവസാനിപ്പിക്കണമെന്നാണ് കൃഷിക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭരണകക്ഷിയിലെ കൃഷിക്കാരായിട്ട് ആളുകൾ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ആ ഗവൺമെന്റെല്ലാം നെല്ല് സംഭരിച്ച് മുൻകാലത്ത് ഈ ഗവൺമെന്റ് അല്ല, ഇതിനു മുമ്പുള്ള UDF ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കാലത്ത് കുട്ടനാട്ടിലെ കൃഷിക്കാര് ഉമ്മൻചാണ്ടി സാർ പങ്കെടുത്ത യോഗത്തിൽ വന്ന് ഉമ്മൻചാണ്ടി സാറിനെ അക്ഷരാർത്ഥത്തിൽ തടയുന്ന ഒരു സമീപനം ഇവിടെ ഈ മങ്കൊമ്പിലാണ് സ്വീകരിച്ചത്. എല്ലാ കൃഷിക്കാർക്കും ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ല, മുഴുവനാണ് അതിശക്തമായ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ നിന്നും മില്ലുടമകൾ സംഭരിക്കുന്ന നെല്ലിന്റെ അരി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യണമെന്നിരിക്കെ ഇതെല്ലാം അട്ടിമറിച്ച് കുട്ടനാടൻ മേഖലയിൽ നിന്നും സംഭരിക്കുന്ന അരി വിദേശത്തേക്കും കേരളത്തിൽ തന്നെയും അമിതവില ഈടാക്കി വിൽക്കുകയാണ്. റേഷൻ കടകൾ വഴി നമുക്ക് ലഭിക്കുന്ന അരിയാവട്ടെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നവയുമാണ്. അരിവിലയുടെ അനുപാതത്തിൽ കർഷകർക്ക് നെല്ലിന്റെ വില വർദ്ധിപ്പിക്കണം. അതിനാണ് കർഷക സംഘം നെല്ലിന്റെ സംഭരണ വില കിലോഗ്രാമിന് 25 രൂപയാക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്നും CB ചന്ദ്രബാബു പറഞ്ഞു. കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് M ശ്രീകുമാരൻ തമ്പി അധ്യക്ഷനായിരുന്നു. KH ബാബുജാൻ, ശ്രീകുമാർ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് P വിശ്വംഭരൻ പണിക്കർ, KK അശോകൻ, PV രാമഭദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം മൂലം ജലോത്സവം നടക്കുവാൻ സാധ്യതയേറുന്നു. മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും ചർച്ചകൾ പുരോഗമിക്കുന്നതായി സൂചനകൾ. മൂലം ജലോത്സവത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നതായി സൂചനകൾ. മൂലം ജലോത്സവം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. K ഗോപകുമാർ, ജേക്കബ് എബ്രഹാം, ജോർജ് മാത്യു പഞ്ഞിമരം, KD മോഹൻ, AV മുരളി, വർഗീസ് വെള്ളിയാക്കൽ എന്നിവരാണ് തിങ്കളാഴ്ച രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കുട്ടനാട് പൈതൃക കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ ബോസ് റവന്യൂ മന്ത്രി അടൂർ പ്രകാശുമായി കൂടിക്കാഴ്ച നടത്തി. മൂലം ജലോത്സവം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയതായിട്ടാണ് സൂചനകൾ. മൂലം ജലോത്സവ പൈതൃക കേന്ദ്രവുമായി ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ ഭാരവാഹികൾ ചർച്ചകൾ നടത്തുകയാണ്. പവലിയൻ എവിടെ നിർമ്മിക്കണമെന്ന തീരുമാനമെടുത്തത് സംഘാടക സമിതി അംഗങ്ങളും എഞ്ചിനീയർമാരുമാണ്. MP എന്ന നിലയിൽ 2009 മുതലാണ് താൻ മൂലം ജലോത്സവത്തിൽ പങ്കെടുക്കുവാൻ തുടങ്ങിയതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. തലവടിയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ അടുത്ത കാലത്ത് ഈ വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് മാറിയതുമായി ബന്ധപ്പെട്ട് പൈതൃക സമിതി ഉയർത്തിയ ഒരു തർക്കം, അത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സംഘാടന ഭാഗത്തുണ്ടായിട്ടും അത് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മൂലം വള്ളംകളിയുമായി ബന്ധപ്പെടുന്നത് കഴിഞ്ഞ 2009 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
ജയിച്ച് കുട്ടനാട് ഉൾപ്പെടുന്ന മാവേലിക്കര മണ്ഡലത്തിൽ ജനപ്രതിനിധിയായതിനു ശേഷമാണ്. എനിക്ക് മൂലം വള്ളംകളിയുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ജനപ്രതിനിധി എന്ന നിലയിലാണ്. ഇതിൻ്റെ ഐതിഹ്യവും അതുപോലെ ഇതിൻ്റെ പൗരാണികമായ ബന്ധങ്ങളെ സംബന്ധിച്ച് അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഇതിൻ്റെ ഒരു പൗരാണിക ബന്ധത്തെ സംബന്ധിച്ചൊക്കെ വളരെ ഈ എം പി ആയി വന്ന കാലഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എം പി എന്ന നിലയിൽ എന്നോട് ഈ മൂലം വള്ളംകളിയുടെ സംഘാടക സമിതി ആവശ്യപ്പെട്ടത് 140 വർഷത്തെ പഴക്കമുള്ള മൂലം വള്ളംകളി, ആ വള്ളംകളി നടത്തുന്നതിന് വളരെയേറെ അസൗകര്യങ്ങളുണ്ട്. എന്നാൽ ചെറിയ വള്ളംകളികൾക്ക് പോലും അത് നടത്താൻ ആവശ്യമായ പൗലിയൻ നിർമ്മിച്ചപ്പോഴും മൂലം വള്ളംകളിക്ക് ഒരു പൗലിയൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, വള്ളംകളി പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമത്തിനിടയാക്കി. ഇത് തീരുമാനിച്ചത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല, എൻ്റെ ഒരു തീരുമാനവുമല്ല. കാരണം ഇത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഒരു പൗലിയൻ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് സംഘാടക സമിതിയും ജില്ലാ ഭരണകൂടവും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അതിനുവേണ്ടി മുൻകൈയെടുത്തത്. വള്ളംകളിക്ക് ഇറിഗേഷൻ്റെ നിന്നോ ടൂറിസത്തിൽ നിന്നോ ആവശ്യമായ പണം കിട്ടാതെ വന്ന സാഹചര്യത്തിലാണ് ഇതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ആ എസ്റ്റിമേറ്റ് പ്രകാരം നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ്, ഇറിഗേഷനിലെ എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത്. അവരാണ് എവിടെയാണ് പവലിയൻ വേണ്ടതെന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തത് സംഘാടക സമിതിയും അതോടൊപ്പം തന്നെ ഈ എഞ്ചിനീയർമാരുമാണ്. ഇതിനകത്ത് എം പി എന്ന നിലയിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള പങ്കാളിത്തമില്ല. പവലിയൻ നിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിക്കുക എന്നതാണ് എം പി എന്ന നിലയിൽ തന്റെ കർത്തവ്യമെന്നും എവിടെ നിർമ്മിക്കണമെന്ന് തീരുമാനമെടുത്തത് സംഘാടക സമിതിയാണെന്നും ഫിനിഷിംഗ് പോയിന്റ് മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുവാൻ ചർച്ചകൾ നടക്കുകയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ചങ്ങനാശ്ശേരി നഗരത്തിൽ PWD റോഡുകൾ വെട്ടിപ്പൊളിച്ചും കുടിവെള്ള വിതരണ പൈപ്പ് ലൈനുകൾ പൊട്ടിച്ചും സ്വകാര്യ കമ്പനിയുടെ കേബിളുകളിടാൻ അനുമതി നൽകിയതിൽ വ്യാപക പ്രതിഷേധം. ഏറെ തിരക്കുള്ള ചങ്ങനാശ്ശേരി നഗരത്തിലെ പ്രധാന റോഡുകൾ എല്ലാം തന്നെ ഇന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. മഴക്കാലം എത്തുന്നതിന് മുമ്പ് റിലയൻസ് കമ്പനി തങ്ങളുടെ കേബിളുകളിടാൻ കുഴിച്ച കുഴികൾ ഇന്നും നിലനിൽക്കുകയാണ്. കൂടാതെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പൊട്ടിക്കിടക്കുന്നത് മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പാഴാകുന്നത്. ജനങ്ങൾക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടും ഇതിനെതിരെ ശബ്ദമുയർത്താൻ പോലും നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. നഗരസഭയിലെ 31-ാം വാർഡിൽ പോത്തോട് മാർക്കറ്റ് റോഡിൽ റിലയൻസ് കമ്പനി കുഴിച്ച കുഴികൾ മൂടാത്തതുമൂലം ഏറെ തിരക്കുള്ളതും മാർക്കറ്റിലേക്ക് വരുന്നതും പോകുന്നതുമായ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. കൂടാതെ ഈ പ്രദേശത്തെ താമസക്കാരായ 30ഓളം കുടുംബങ്ങളെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള വെള്ളത്തിനായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ കേബിൾ ഇടാൻ കുഴിച്ചപ്പോൾ ഈ പ്രദേശത്തേക്കുള്ള പൈപ്പ് ലൈൻ പൊട്ടുകയും ഇത് നന്നാക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകാത്തതും മൂലം നിലവിൽ 15 ദിവസത്തിൽ ഒരിക്കൽ കുടിവെള്ളം ലഭിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് 20-25 ദിവസം കൂടിയിരിക്കുമ്പോഴേക്ക് ഇപ്പോൾ ഈ മിനിഞ്ഞാന്ന് ഈ കേബിളുകാർ വന്ന് കുഴിച്ച് ഇവിടുത്തെ പൈപ്പ് കണക്ഷൻ മുഴുവൻ പൊട്ടിച്ച് ഇവിടെ ഇപ്പോൾ ഈ 2 കുഴിക്കകത്തും വെള്ളം ഈ റോഡ് വഴി കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളുള്ളതാണ്. ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ സ്കൂളുള്ളതാണ്. ഈ കുഴിക്കകത്ത് ഞങ്ങൾ ഉരുണ്ട് വീണാൽ എന്താ സംഭവിക്കുമെന്ന് പറയാനൊക്കെ. ഇപ്പോൾ ഈ കുടിവെള്ളം ഇല്ലാഞ്ഞിട്ട് ഞങ്ങളിപ്പം ഈ കുഴിക്കകത്തു നിന്നും അത്യാവശ്യം കുടിക്കാൻ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ കുഴിക്കകത്തുനിന്നാണ് വെള്ളം ഈ പ്രദേശത്തുള്ളവർ മുഴുവൻ കോരിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യമായിട്ടും ഈ കുഴി അടയ്ക്കുകയും ഈ വെള്ളപ്രശ്നം പരിഹരിക്കുകയും ചെയ്യണമെന്നാണ്. KCV ന്യൂസ് ചങ്ങനാശ്ശേരി. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ റേഷൻ അരി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ വിവിധ സപ്ലൈ ഓഫീസുകളിൽ ധർണ നടത്തി. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടനാട് താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോസ് കാവനാട് ധർണ ഉദ്ഘാടനം ചെയ്തു. 1 കിൻഡൽ പഞ്ചസാരയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് പഞ്ചസാരയ്ക്ക് തരുന്ന കമ്മീഷൻ 15 രൂപ മാത്രമാണ്. 15 രൂപ കമ്മീഷൻ കൊണ്ട് വേണം ഈ കാര്യങ്ങൾ നടത്തുവാൻ. ആ ഒരു സാഹചര്യത്തിലാണ് 60 രൂപ വരെ ചെലവ് വരുന്ന ഒരു സാഹചര്യം. എങ്ങനെ കട നടത്തിക്കൊണ്ടുപോകും? എങ്ങനെ പഞ്ചസാര എടുത്ത് വിതരണം നടത്തും? 1 കിൻഡൽ അരിക്ക് കിട്ടുന്നത് എത്ര കമ്മീഷനാണ്? 35 പൈസ കമ്മീഷൻ കിടന്ന TM ജേക്കബ് അധികാരത്തിലിരുന്നപ്പോൾ 54 പൈസയാക്കി വർദ്ധിപ്പിച്ചു. ഇന്നും വർദ്ധിപ്പിച്ച തുക കിട്ടാൻ കിടക്കുകയാണ്. റേഷൻ വ്യാപാരികൾ എങ്ങനെ റേഷൻ കട നടത്തിക്കൊണ്ടുപോകും? 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് കിട്ടുന്നത് എന്നാണ്? ഇപ്പൊ മണ്ണെണ്ണയ്ക്ക് കേന്ദ്രത്തിന്റെ പുതിയ നിയമം അനുസരിച്ച് ഒരു മാസം 1 രൂപ വെച്ച് മണ്ണെണ്ണയ്ക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ്. 5 ലിറ്റർ മണ്ണെണ്ണ ഉണ്ടായിരുന്നത് എത്ര ലിറ്റർ മണ്ണെണ്ണ ഇപ്പോൾ ഉണ്ട്? ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള വീടുകൾക്ക് കിട്ടുന്ന മണ്ണെണ്ണയും
അല്ലാത്തവർക്ക് കിട്ടുന്ന മണ്ണെണ്ണയും നമ്മൾ പരിശോധിച്ചു നോക്കണം. റേഷൻ കടകളിൽ നിന്ന് 1/2 ലിറ്റർ മണ്ണെണ്ണ 1 ലിറ്റർ മണ്ണെണ്ണയൊക്കെയാണ് കൊടുക്കുവാൻ സാധിക്കുന്നത്. എങ്ങനെ കട നടത്തിക്കൊണ്ടുപോകും? കാർഡുകാർ ദൈനംദിനം കടകളിൽ വന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രത്തിൽ കാണുന്ന വാർത്ത ഒന്ന്, പത്രത്തിൽ പറയുന്നു 25 കിലോ അരി കൊടുക്കണമെന്ന് പറയുമ്പോഴും റേഷൻ കടകളിൽ 20 കിലോ പോലും കൊടുക്കാനില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഓരോ ജില്ലയുടെയും അലോട്ട്മെന്റ് അനുസരിച്ചാണ് സാധനങ്ങൾ വരുന്നത്. ലഭ്യതയ്ക്കനുസരിച്ച് കൊടുക്കുമെന്ന് പത്രത്തിൽ പറയുന്നു. അങ്ങനെയല്ല വേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി പറയണം എത്ര കിലോ അരി കൊടുക്കുവാൻ സാധിക്കും, എത്ര കിലോ ഗോതമ്പ് കൊടുക്കുവാൻ സാധിക്കും, എത്ര കിലോ പഞ്ചസാര കൊടുക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നീതി പാലിച്ചില്ലെങ്കിൽ എല്ലാ വ്യാപാരികളെയും സംഘടിപ്പിച്ച് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജോസ് കാവനാട് പറഞ്ഞു. രാജു കട്ടത്ര, KP സുരേഷ്, ടോമിച്ചൻ വള്ളപ്പുര, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ അമ്പലപ്പുഴ സപ്ലൈ ഓഫീസ് പടിക്കൽ ധർണ നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R നാസർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി. PR രാജേന്ദ്രൻ, G ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. അഴിമതിയിൽ മുങ്ങിയ കേരള ഗവർണർ ഷീല ദീക്ഷിത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന വ്യാപകമായി ധർണ നടത്തി. BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആലപ്പുഴ സീറോ ജംഗ്ഷൻ സമീപം നടത്തിയ ധർണ അഡ്വക്കേറ്റ് KR പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇനി ഒറ്റക്കക്ഷിക്ക് ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ കഴിയുകയില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണം വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലേക്ക് അധികാരമേൽപ്പിച്ചത്. നമുക്കറിയാം, ദിശാബോധം നഷ്ടപ്പെട്ട ഇന്ത്യൻ ജനാധിപത്യത്തിനൊരു പുത്തൻ പ്രതീക്ഷ ഉണർത്തിക്കൊണ്ട് തട്ടിയുടച്ച ജനാധിപത്യത്തിന്റെയും തച്ചുതകർത്ത മതേതരത്വത്തിന്റെയും പുനഃസൃഷ്ടിയുടെ ഊർജ്ജസ്രോതസ്സുമായി അഴിമതിയുടെ കാളകൂടം പേറുന്ന ഇന്നിന്റെ ദുർമേധസ്സുകൾക്ക് ഒരു പേടി സ്വപ്നമായി ആരാധ്യനായ നരേന്ദ്രമോദിജി ഇന്ത്യയുടെ വിശാലമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു ആദിത്യനെ പോലെ ഉയർന്നു വന്ന സമയത്ത് BJP ജില്ലാ പ്രസിഡന്റ് വെള്ളിയാകുളം പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, സുമംഗലി മോഹൻ, പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു.
തായങ്കരി ഓടക്കൽ ജംഗ്ഷൻ മുതൽ 70 പടി വരെയുള്ള റോഡ് യാത്രായോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. 80ഓളം കുടുംബങ്ങൾ ദിവസവും ആശ്രയിക്കുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് MLAയ്ക്കും MPയ്ക്കും നിവേദനങ്ങൾ നൽകിയിട്ടും നാളിതുവരെ പ്രയോജനമുണ്ടായിട്ടില്ല. രോഗികളെയും കൊണ്ട് ആശുപത്രിയിൽ പോകുവാൻ പോലും വാഹനം ലഭിക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിലെ കൂടെ അടുത്ത റൂട്ടിലുള്ള റോഡ് വരുന്നതിന് മുന്നേ ഉള്ള റോഡായത്. പക്ഷേ റോഡിന്റെ അവസ്ഥ ഭയങ്കര ദയനീയാവസ്ഥയാണ്. ഞങ്ങളുടെ റോഡ് കുഴി കൊണ്ടുപോയിട്ട് കിടക്കുകയാണ്. കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോലും പോകാനുള്ള കഴിയുന്നില്ല. വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഞങ്ങൾ. ഓട്ടോ വിളിച്ചാൽ പോലും ഒന്ന് വരാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കുകയാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് ഓട്ടോക്കാർ ഞങ്ങളെ ഇടയ്ക്ക് കൊണ്ട് ഇറക്കുമായിരുന്നു. കാരണം അവരുടെ വണ്ടി പോകുന്ന പ്രശ്നമായതുകൊണ്ട് അവരവിടെ കൊണ്ട് ഇറക്കിയിട്ട് അങ്ങ് പോയത്. പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ 2-3 പേര് കൂടി എടുത്തുകൊണ്ടാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതിന് ഒരു പരിഹാരം ബഹുമാനപ്പെട്ട ഗവൺമെന്റിൽ നിന്നും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന്. മഴ പെയ്തതുമൂലം ഇരുചക്ര വാഹനങ്ങൾ പോലും റോഡിലൂടെ പോകുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ദിവസവും ഈ റോഡിനെ ആശ്രയിക്കുന്നത്. പലപ്പോഴും സ്കൂൾ കുട്ടികൾ റോഡിൽ വീണ് അപകടമുണ്ടാവുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ ഓടയ്ക്ക് മുതൽ 70 പടി വരെ 780 മീറ്ററാണ്. ഇതിവിടെ വണ്ടി പോയിട്ട് യാത്ര ഒരു 80 വീട്ടുകാരുള്ള ഇത് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ആശുപത്രി പോകാൻ, പള്ളിയെ, അമ്പലങ്ങള്, സ്കൂള് ഇതെല്ലാം പോകാൻ ഏക ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ വണ്ടികൾക്ക് താന്ന് ഈയിടെയാണെങ്കിൽ താന്നിട്ട് JCB വന്ന് വലിച്ചു കയറ്റിക്കൊണ്ട് പോയത്. പുള്ളിയുടെ വീട് മുൻവശത്ത് താന്ന് JCB വന്ന് വലിച്ചാണ്. പിന്നെ വേറെ ഒരു മാർഗങ്ങളില്ല. ഇപ്പം വഴികൾ ഞങ്ങൾ മെമ്പറോടും MLAയോടും ജില്ലാ MPയോടൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒന്നും തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നുള്ളൊരു യോഗം കൂടി എല്ലാവരും കൂടി പിരിവിട്ട് കുഴിയെങ്കിലും നിവർത്താതെ ആശുപത്രി പോകാൻ നിവൃത്തിയില്ലാത്ത കാരണം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ യോഗം കൂടി തീരുമാനിച്ചിട്ട് എല്ലാവരും പിരിവിട്ടെടുക്കാനായിട്ട്. അതാണ് ഞങ്ങളുടെ അവസ്ഥ. പിന്നെ MP നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈയിടെ ഞങ്ങളൊരു മെമ്മോറണ്ടം എല്ലാം കൂടി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മോറണ്ടായിട്ടുള്ള വാക്കാല് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ഒരിക്കൽ ഇവിടുത്തെ പ്രസിഡന്റാണ് ഇവിടുത്തെ മെമ്പർ ഒരിക്കലും ഞങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്തിലും മെമ്പറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇളങ്കാവ് പുളിങ്കുന്ന് തോട്ടിലേക്ക് വെള്ളിസ്രാക്ക പാടശേഖരത്തെ മട തുറന്നതുമൂലം തോട്ടിലേക്ക് മലിനജലം കയറുകയാണ്. ഇതുമൂലം നിരവധി കുടുംബങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വെളിയനാട് വെള്ളിസ്രാക്ക പാടശേഖരത്തെ 2ാം കൃഷിക്ക് ശേഷം പൊതുതോട്ടിലേക്ക് മട തുറന്നത് മൂലം നിരവധി കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത്. കുടിക്കുവാനും കുളിക്കുവാനും ഉപയോഗിച്ചിരുന്ന തോട്ടിലെ വെള്ളമാണ് കലങ്ങി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലായത്. വെളിയനാട് പഞ്ചായത്തിന്റെയും കാവാലം പഞ്ചായത്തിന്റെയും അതിർത്തിയിലായതിനാൽ 2 മെമ്പർമാരോടും തങ്ങളുടെ അവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടും നാളിതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളിസ്രാക്ക പാടശേഖരത്തിന്റെ 2ാം കൃഷി കഴിഞ്ഞിട്ട് അവർ മട തുറന്നു വിട്ട് കീടനാശിനിയൊക്കെ തളിച്ച് ഏറെ വിഷവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ആ വെള്ളം ഞങ്ങൾ നിത്യോപയോഗം ചെയ്തുകൊണ്ടിരുന്ന തോട്ടിലേക്ക് ആ വെള്ളം അവർ തുറന്നു വിട്ടു. അത് ഏറെ താറാവിനെ ഇറക്കിയ സമയത്ത് 100 കണക്കിന് താറാവ് ചത്തിട്ട് അതും കൂടെ ചത്തൊഴുകി ഞങ്ങൾ കുടിവെള്ളം, ഞങ്ങൾക്ക് വേറെ കിണറില്ല, പൈപ്പില്ല, വേറെ എങ്ങും പോയി വെള്ളം എടുക്കാനും മാർഗമില്ല. അതുകൊണ്ട് ഞങ്ങൾ 2 പഞ്ചായത്തിന്റെ മെമ്പർമാരെടുക്കലും ബ്ലോക്ക് മെമ്പർ എടുക്കലും എല്ലാം ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് ഞങ്ങൾക്ക് പൈപ്പ് ഈ കണക്കശ്ശേരി ജംഗ്ഷൻ വരെ വരണമെന്നുള്ളത്. അതിന് ഇന്ന് വരെ ഒരു തീരുമാനം ഒരു അധികാരികളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ കുടിവെള്ളത്തിനുള്ള മാർഗം ഇതിന്റെ പ്രധാനപ്പെട്ട അധികാരികൾ ആരാണെങ്കിലും അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കുടിവെള്ളം ഞങ്ങൾക്ക് ഈ മടയടച്ച് കറകയിൽ ഭാഗത്തുള്ള മുട്ടു അടച്ച് കിട്ടി ഞങ്ങൾക്ക് ആറ്റിൽ നിന്ന് കയറി വരുന്ന പൊതുജലാശയത്തിലോട്ട് ഇറങ്ങാതെ ഉള്ള മാർഗം ഇതിന് ഞങ്ങൾക്ക് നടപടി എടുത്തു തരണം. ഈ തോടിനു കുറുകെ ഉണ്ടായിരുന്ന പാലം തകർന്നിട്ട് വർഷങ്ങൾ ഏറെയായിരിക്കുകയാണ്. പാലം പുനർനിർമ്മിക്കുക എന്ന നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യത്തെയും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികൾ. എന്നാൽ താൽക്കാലികമായി നാട്ടുകാർ നിർമ്മിച്ച പാലവും ഇതിനോടകം തന്നെ തകർന്ന അവസ്ഥയിലാണ്. കണകശ്ശേരി പാലം എന്ന് പറയുന്നത് വെളിനാട് പഞ്ചായത്തിന്റെയും കാവാലം പഞ്ചായത്തിന്റെ ഒരു പാലമാണ്. അത് കാലങ്ങളായിട്ട് അത് ജീർണാവസ്ഥയിലായിട്ട് അത് പോയിട്ട് 2 അടയ്ക്കാമരം വെട്ടിയിട്ട് താൽക്കാലികമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ കണിയാന്തര വർഗീസ് എന്ന് പറയുന്ന ആ സമയത്ത് കയറി ഇറങ്ങി അയാൾ പാലത്തിൽ നിന്ന് വീണ് ഇപ്പൊ ആശുപത്രിയിൽ അയാൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചെന്ന് പരാതിയെ തുടർന്ന് കൈനഗരി ചേന്നങ്കരി പുന്നാതുരംചിറ വീട്ടിൽ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായ ലാലാജി മോനെയാണ് പുളിങ്കുന്നി സിഐയും സംഘവും അറസ്റ്റ് ചെയ്തത്. ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയെന്ന് പറഞ്ഞ് രണ്ടാം വിവാഹം കഴിച്ച യുവതിയെ പീഡിപ്പിച്ച ശേഷം സ്വർണവും തട്ടി വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടെന്നായിരുന്നു യുവതിയുടെ പരാതി. ആദ്യ വിവാഹത്തിൽ ഭാര്യയും 2 മക്കളുമുള്ള ഇയാൾ വിവാഹബന്ധം വേർപെടുത്തിയെന്ന് പറഞ്ഞാണ് നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയ ഒരു കുട്ടിയുള്ള യുവതിയെ പത്രപരസ്യത്തിലൂടെ വിവാഹം കഴിച്ചത്. യുവതിയുടെ പരാതിയെ തുടർന്ന് ഞായറാഴ്ച വൈകുന്നേരമാണ് പുളിങ്കുന്നു സിഐയും സംഘവും ലാലാജി മോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചാസ് തായങ്കരി യൂണിറ്റ് ഹരിത ഫാർമേഴ്സ് ക്ലബിന്റെ വാർഷികവും ഏകദിന സെമിനാറും നടന്നു. തായങ്കരി സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം ചാസ് ഡയറക്ടർ ഫാദർ ജോസഫ് കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു. കൃഷിയെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ചാസ് മുന്നോട്ട് വയ്ക്കുന്ന കുറെ ദർശനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മളുടെ പ്രദേശത്തെ ആളുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം സംലഭ്യമാക്കുക എന്നുള്ളത്. സർക്കാരിനും ആ നിലപാട് തന്നെയാണ്. ഭക്ഷ്യസുരക്ഷ എന്നുള്ളത് സർക്കാരിന്റെ നിലപാടാണ് എന്ന് നമുക്കറിയാം. ഭക്ഷ്യസുരക്ഷ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം എന്നുള്ളതുപോലെ തന്നെ എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം നൽകുക എന്നുള്ളത് കൂടിയുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുകയും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ സ്വാഗത പുസ്തകത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ അത് ധാന്യമാകാം, പച്ചക്കറിയാകാം, കിഴങ്ങുവർഗ്ഗങ്ങളാകാം, മുട്ടയാകാം, ഇറച്ചിയാകാം, പാലാകാം. ഇത് ഭക്ഷണം നമ്മളുടെ ആരോഗ്യത്തെ പോഷിപ്പിക്കുന്നതിന് പകരം ഭക്ഷണം തന്നെ നമ്മളുടെ രോഗത്തിന് ഹേതുമായി തീരുന്ന പരിസ്ഥിതി വിശേഷം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ആളുകളുടെ രോഗാവസ്ഥയെ ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ഒരു പദം ഉപയോഗിച്ചാണ് പലപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കുക. കാരണം ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണം തന്നെ വിഷമയമായിട്ടുള്ളതായിരിക്കുകയും അത് രോഗത്തിന് കാരണമായിട്ട് തീരുകയും ചെയ്യുന്നു. യൂണിറ്റ് പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ അഗസ്റ്റിൻ തൈപ്പറമ്പിൽ, എടത്വ കൃഷി ഓഫീസർ സന്തോഷ് കുമാർ, AJ ആന്റപ്പൻ, ബിന്ദു തോമസ്, ആന്റോ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച സെമിനാറും നടന്നു. ക്ഷേമ പെൻഷനുകൾക്ക് അപേക്ഷിക്കുവാനുള്ള വരുമാന പരിധി 3 ലക്ഷം രൂപയായി ഉയർത്തിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പുഷ്പലത മധു പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ജനങ്ങളൊക്കെ തന്നെ 3 ലക്ഷം രൂപയായിട്ട് പെൻഷന്റെ ഉത്തരവ് വന്ന സമയത്ത് 1 ലക്ഷം രൂപയുടെ പരിധി വർദ്ധിപ്പിച്ചുകൊണ്ട് 3 ലക്ഷം രൂപയാക്കിയ സമയത്ത് തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ 73 പഞ്ചായത്തുകളിലും പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരും ധാരാളമുണ്ട്. അവരൊക്കെ പെൻഷൻ കിട്ടുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. നമ്മുടെ 73 പഞ്ചായത്തുകളിൽ എനിക്ക് തോന്നുന്ന ഉത്സവമായിട്ട് തന്നെയാണ് ഇത് ആഘോഷിക്കപ്പെട്ടത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് N ഗുരുപ്രസാദ് അധ്യക്ഷത വഹിച്ചു. TS സക്കറിയ, വാസു, ശോഭനൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കൊടിമര നിർമ്മാണത്തിന് മുന്നോടിയായി ആധാര ശിലാസ്ഥാപന കർമ്മം നടന്നു. പുതുമന ശ്രീധരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുട്ടനാട് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ, യൂണിയൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, കരയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചരമവാർത്തകൾ. പുല്ലങ്കടി തൈവേലിക്കകത്ത് മേരിക്കുട്ടി ഔസേഫ് 74 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 10:30 പുല്ലങ്കടി തിരുക്കുടുംബ ദേവാലയ കുടുംബക്കല്ലറയിൽ. കൈനടി കളരിക്കൽ വീട്ടിൽ പുഷ്കരൻ 71 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 10 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. സമരപരമ്പര ഒഴിയാതെ മങ്കമ്പ് പാടി ഓഫീസ്. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകരുടെ കൂട്ട ഉപവാസം.
ചമ്പക്കുളം മൂലം ജലോത്സവത്തിന് സാധ്യതയേറുന്നു. ചർച്ചകൾ പുരോഗമിക്കുന്നതായി റിപ്പോർട്ടുകൾ. പവലിയൻ എവിടെ നിർമ്മിക്കണമെന്ന് തീരുമാനമെടുത്തത് സംഘാടക സമിതിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.